2022 ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കാറ്റഗറിയിൽ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ പുതിയ അപ്ഡേറ്റ്. അതായത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഷോർട്സിൻ്റെയാണ്. ഷോർട്സ് അപ്ഡേറ്റ് ആണ്. ഷോർട്സ് എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഷോർട്സ് ഫീഡിൽ നിന്നാണ് വ്യൂസ് വന്നിരുന്നത് യൂട്യൂബ്. ഇനി നമ്മൾ ഷോർട്സ് വീഡിയോസ്, നല്ല കണ്ടൻറ്റുള്ള വീഡിയോ, നല്ല കണ്ടന്റ് ആയിരിക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുള്ള വീഡിയോസ് നിങ്ങൾ ഷോർട്സിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഷോർട്സ് ഫീഡിൽ മാത്രമല്ല, സാധാരണ നമ്മൾ ലോങ് വീഡിയോസ് കാണുന്നത് പോലെ യൂട്യൂബ് സെർച്ചിൽ വരും, എല്ലാത്തിലും വരും. അതായത് കൂടുതൽ ബെനിഫിറ്റ് എല്ലാവർക്കും, എല്ലാ ക്രിയേറ്റേഴ്സിനും കൂടുതലായിട്ടുള്ള ബെനിഫിറ്റുള്ള ഒരു അപ്ഡേറ്റാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അപ്ഡേറ്റുകൾ വരുമ്പോൾ, അത് ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും, അപ്ഡേറ്റുകൾ വരുമ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമായിട്ടുള്ള ഫീച്ചേഴ്സ്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലുമായിട്ടുള്ള ഫീച്ചേഴ്സ് അതിലുണ്ടാവും. ഷോർട്സിലൂടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റാണ് ലഭിക്കുക. ഒന്ന് സബ്സ്ക്രൈബർ കൗണ്ടാണ്. സബ്സ്ക്രൈബേഴ്സ് കൂടും. നമ്മുടെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റുള്ള മാതിരിയുള്ള ഷോർട്സ് ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മില്യൺസ് ഓഫ് അത് സബ്സ്ക്രൈബർ കൗണ്ട് കൂടും. അതുപോലെ തന്നെ വ്യൂസ്, നമ്മുടെ ചാനലിന് ആവശ്യമായിട്ടുള്ള വ്യൂസ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വ്യൂസ് ലഭിച്ചാൽ തന്നെ ചാനൽ റീച്ച് കൂടും. റീച്ച് കൂടിയാൽ തന്നെ ചാനൽ വികസിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതായത് എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഉദാഹരണത്തിനായി കാണിച്ചു തന്നാണ്. ഞാൻ ഇന്ന് രാവിലെ ഇട്ടൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ. അതിലിപ്പോൾ ഷോർട്സ് ഫീഡിൽ 2.2K ഉണ്ട്. യൂട്യൂബ് സെർച്ചിലും വന്നിട്ടുണ്ട് 59, ചാനൽ പേജിൽ വന്നിട്ടുണ്ട്, ബ്രൗസ് ഫീച്ചർ വന്നിട്ടുണ്ട്, അതർ യൂട്യൂബ് ഫീച്ചേഴ്സ്. അതായത് നമുക്ക് ലോങ് വീഡിയോയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചറും ഇനി ഷോർട്സ് വീഡിയോയിലും ഉൾക്കൊള്ളും. അതായത് ഷോർട്സ് വീഡിയോക്ക് വേറൊരു ഗുണമുള്ളത് ഷോർട്സ് ഫീഡിൽ കൂടെ ഇതിൽ പോകുന്നുള്ളതാണ്. ഷോർട്സ് ഫീഡിലും പോവും, ലോങ് വീഡിയോ കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് ബേസും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഡബിൾ പെർഫോമൻസ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഷോർട്സ് വീഡിയോ നല്ല കണ്ടൻറ്റോട് കൂടി അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് നല്ല റീച്ച് കിട്ടും. 100% നല്ല റീച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ചാനൽ റീച്ചിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ഷോർട്സ്, നല്ല കണ്ടൻറ്റുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഈ പറഞ്ഞൊരു ആവേശത്തിന് എവിടെന്നെങ്കിലും കിട്ടിയ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഇടാനൊന്നും പോകണ്ട. അത് നിങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ്, മറ്റു കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ചാനലിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷോർട്സ് ശ്രദ്ധിച്ചിടുക. നമ്മുടെ പേഴ്സണൽ കണ്ടന്റ് പരമാവധിയുള്ള നമ്മുടെ പേഴ്സണൽ കണ്ടന്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. നമ്മുടെ പേഴ്സണൽ കണ്ടന്റായി നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കൊന്നും പേടിക്കാനില്ല. പക്ഷെ അഥവാ മറ്റുള്ളത് ഇടുന്നെങ്കിൽ തന്നെ നമ്മുടെ മൊബൈലിൽ ചിത്രീകരിച്ച കണ്ടന്റ് അങ്ങനത്തെ ഉള്ളതായിരിക്കണം. വേറെ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, കോപ്പിറൈറ്റ് ക്ലെയിം 2-3 പ്രാവശ്യമൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചാനലിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക.